നമസ്കാരം. ലോകസഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശം വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയത്. ഹിന്ദുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നുവെന്നായിരുന്നു ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പരാമർശം. ഈ പരാമർശം വലിയ തോതിൽ വിവാദമാകുകയും BJP ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തതാണ്. ലോക്സഭയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും രാഹുലിന്റെ വിവാദ പരാമർശത്തിൽ ശക്തമായ ഭാഷയിലാണ് പ്രതികരണം നടത്തിയത്. അതോടൊപ്പം തന്നെ അനുരാഗ് ഠാക്കൂർ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. അതോടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാഹുലിന്റെ വിവാദ പരാമർശം സഭാരേഖകളിൽ നിന്ന് തന്നെ നീക്കി. എന്നാൽ രാഹുലിന്റെ ഈ പരാമർശം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നത് വ്യക്തമാണ്. ലോക്സഭയിൽ തന്നെ MP ആക്കി വിജയിപ്പിച്ച റായ്ബറേലി മണ്ഡലത്തിലെ ജനങ്ങളോട് ഒരു നന്ദി വാക്ക് പറയാൻ രാഹുൽ റായ്ബറേലിയിൽ ഒരു സന്ദർശനം നടത്തി. പ്രതിപക്ഷ നേതാവായിരുന്ന ശേഷമുള്ള ആദ്യ സന്ദർശനമായിരുന്നു രാഹുലിൻ്റെത്. എന്നാൽ രാഹുലിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജനങ്ങൾ രാഹുലിനെ സ്വീകരിച്ചത് പ്രതിഷേധത്തിന്റെ പോസ്റ്ററുകളായിരുന്നു. ഹിന്ദുക്കൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധി തന്റെ മതം ഏതാണെന്ന് വ്യക്തമാക്കണമെന്നാണ് റായ്ബറേലിയിലെ ജനങ്ങൾ പോസ്റ്ററിൽ കുറിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉത്തരം പറയൂ എന്ന പോസ്റ്ററുകൾ അവിടെ ഉണ്ടായിരുന്നു. ലോക്സഭയിൽ രാഹുലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച റായ്ബറേലിയിലെ ഹിന്ദു വോട്ടർമാരെ ഒന്നടക്കം ആക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തിയത്. റായ്ബറേലിയിൽ ജനങ്ങൾ ഒരു പ്രധാന കാര്യം രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച ജനങ്ങൾ, ഹിന്ദു ജനങ്ങൾ ആക്രമസക്തരാണോ എന്ന് ജനങ്ങൾ തന്നെ രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ രാഹുലിന് അതിൽ ഉത്തരമില്ല. രാഹുൽ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് വ്യക്തമാക്കണമെന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ റായ്ബറേലിയിലെ ഹിന്ദു വോട്ടർമാരെ മൊത്തത്തിൽ നിങ്ങൾ അടച്ച് ആക്ഷേപിക്കരുതായിരുന്നു എന്നും പോസ്റ്ററുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പോസ്റ്ററുകളാണ് മണ്ഡലത്തിൽ മുഴുനീളം രാഹുൽ വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങൾ പതിച്ചത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ചിത്രവും അതോടൊപ്പം ഭഗവാൻ ശിവന്റെ ഫോട്ടോ ഉയർത്തി കാണിക്കുന്ന ചിത്രവും പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ രാഹുലിന്റെ വിവാദ പരാമർശം വലിയ തോതിൽ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പരാമർശത്തിൽ ഹിന്ദുക്കളെ അപമാനിച്ചു എന്നാരോപിച്ച് മഹാരാഷ്ട്രയിലെ അതിപ്രശസ്തമായ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രതിഷേധം നടന്നിരുന്നു. ലോക്സഭയിൽ രാഹുലിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്ഷേത്രത്തിൽ ഭക്തരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത്. രാഹുലിന്റെ പോസ്റ്റർ ക്ഷേത്രത്തിന്റെ ചവിട്ടുപടിയിൽ പതിച്ച് അതിൽ ഭക്തർ ചവിട്ടിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇപ്പോഴും രാഹുലിന്റെ വിവാദ പരാമർശത്തിൽ ഇപ്പോഴും പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നത് വ്യക്തമാണ്. രാഹുൽ ഇതുവരെയും പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകുകയോ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ മാപ്പ് പറയാൻ തയ്യാറാകുകയോ ചെയ്തിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാന